നമുക്കൊരു മത്തങ്ങക്കറി ഉണ്ടാക്കിയാലോ? ആദ്യം നമ്മൾ അടുപ്പത്ത് ഒരു കുക്കർ വെച്ച് ഗ്യാസ് കത്തിച്ച് അതിനകത്തേക്ക് നമ്മുടെ മത്തങ്ങ എല്ലാം കൂടെ ഇട്ട് കൊടുക്കുക. അതിനകത്തേക്ക് നമുക്ക് മുങ്ങി കിടക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും നമ്മൾ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. അതിനകത്തേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, അതിനാവശ്യത്തിനുള്ള ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള നമ്മുടെ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഗ്യാസ് കത്തിച്ച് നമുക്കതൊന്ന് അടച്ചു വെക്കണം. അതിനകത്തേക്ക് നമ്മുടെ തേങ്ങയും മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളി, ജീരകം, കാന്താരിയും കൂടി ഇട്ട് കൊടുത്ത് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം. ഇനി നമ്മൾ കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ എടുത്ത് അടുപ്പത്തിലേക്ക് വെച്ചിട്ട് നമ്മുടെ ഓയിൽ എടുത്ത് അതിനകത്ത് ഒഴിച്ച് കൊടുക്കണം. അത് നല്ല രീതിക്ക് ചൂടായി വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് കടുക് ഇട്ട് കൊടുത്ത് അത് പൊട്ടി വരുമ്പോഴത്തേക്കും സ്ലൈസായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിനകത്തേക്ക് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ശരിക്കും പച്ചമുളകല്ല, നമ്മൾ ഇതിനകത്തേക്ക് വറ്റൽമുളകാണ് ഇട്ട് കൊടുക്കേണ്ടത്. എൻ്റെ ഈ വറ്റൽമുളക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പച്ചമുളക് ഇട്ടുന്നേ ഉള്ളൂ. പിന്നെ നല്ലപോലെ വഴണ്ട് വരുമ്പോഴത്തേക്കും ഇതിനകത്തേക്ക് കറിവേപ്പിലയും നമ്മുടെ തേങ്ങയും ആണ് ഇട്ട് കൊടുക്കുന്നത്. നല്ലപോലെ മിക്സ് ചെയ്യണം. അതിന് ശേഷം നമ്മുടെ മത്തങ്ങ ഇവിടെ നല്ല രീതിക്ക് വെന്തിരിപ്പുണ്ട്. ഇനി നമ്മളത് എല്ലാം കൂടെ ഉടച്ചെടുക്കണം. നല്ല രീതിക്ക് എല്ലാം ഉടഞ്ഞ് വരണം. അതിനകത്തേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച നമ്മുടെ അരപ്പും കൂടെ അതിനകത്തേക്ക് ഇട്ടതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്യണം. അപ്പോൾ ഉടയാത്തതെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം ഉടച്ച് നല്ല രീതിക്ക് ഇളക്കി കൊടുക്കണം. ഇനി നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ ഉള്ളിയും കടുകെല്ലാം ഇട്ട് താളിച്ച് വെച്ചത് അതെല്ലാം ഇതിനകത്ത് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ മത്തങ്ങ കറിയുടെ റെസിപ്പി. എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ.